നമസ്കാരം. ഓം മൂഷികവാഹനമോദകഹസ്ത ശ്യാമരകർണവിലംബിതസൂത്ര വാമനരൂപമഹേശ്വരപുത്ര വിഘ്നവിനായകപാദ നമസ്തേ. ആദിത്യായ ച സോമായ മംഗളായ ബുധായ ച ഗുരുശുക്രശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ. ആരോഗ്യം പ്രദദാതുനോ ദിവകരോ ചന്ദ്രോ യശോ നിർമ്മലം ഭൂതിം ഭൂമിസുതഃ സുധാംശുതനയ പ്രജ്ഞാം ഗുരുർഗൗരവം. കാവ്യകോമളവാഗ്വിലാസമതുലം മന്ദോമുദം സർവദാ രാഹുർബാഹുബലം വിരോധശമനം കേതുഃ കുലസ്യോന്നതിഃ. ഹയഗ്രീവ ഹയഗ്രീവ ഹയഗ്രീവേദിയോവതേത് തസ്യ നിസ്സരദേവാണി ഝങ്കുകന്യാ പ്രവാഹവത്. ആദിത്യാദിനവഗ്രഹദേവതാഭ്യോ നമഃ. ഹയഗ്രീവ ഹയഗ്രീവ ഹയഗ്രീവേദിയോവതേത് തസ്യ നിസ്സരദേവാണി ഝങ്കുകന്യാ പ്രവാഹവത്. ശ്രീ ഹയഗ്രീവസ്വാമിനേ നമഃ. ഗുരുഭ്യശ്ച ഗൃഹേഭ്യശ്ച മയാ ബദ്ധോയമഞ്ജലിഃ. പ്രസന്നമനസാംസ്തേ മേ സത്യാംഘുർവന്തു ഭാരതി. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമോ നമഃ. ആദിത്യാദി നവഗ്രഹ ദേവതാഭ്യോ നമഃ. സർവേശ്വരകാരകനായിട്ടുള്ള ഗുരു എൻ്റെ മകരരാശി, നീചരാശിയായിട്ടുള്ള മകരരാശിയിൽ നിന്നും കുംഭരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രവേശം കൊണ്ട് കന്നിക്കൂറുകാർ എന്ന് പറയുന്നതായിട്ടുള്ള ഉത്രത്തിലെ മുക്കാല്, അത്തം, ചിത്തിര അര, ഉത്രം 2, 3, 4 പാദം, അത്തം 1, 2, 3, 4 പാദം, ചിത്തിര 1, 2 പാദം അടങ്ങിയിട്ടുള്ള കന്നിക്കൂറുകാര് അല്ലെങ്കിൽ കന്നിരാശിക്കാര് അല്ലെങ്കിൽ വിർഗോ സൈൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ ആളുകൾക്ക് എന്താണ് സംഭവിക്കുക, എന്ത് ജനറൽ ഇമ്പാക്റ്റ് ആണ് ഈ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട്, ഈ ഗുരുവിന്റെ മാറ്റം കൊണ്ട് ഉണ്ടാവുക എന്ന് പറയാനാണ് ഈ ഇന്നത്തെ ചിന്താവിഷയം. സാധാരണ രീതിയില് ഗ്രഹങ്ങളുടെ മാറ്റം എന്നുള്ളത് ജനറലാണ്. ഗ്രഹങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയല്ലോ. ചന്ദ്രൻ 2.25 ദിവസം കൊണ്ട് ഒരു രാശി, സൂര്യൻ 30-31 ദിവസം കൊണ്ട് ഒരു രാശി, ശുക്രൻ 40-45 ദിവസം തൊട്ട് ഒരു രാശി, ചൊവ്വ അതുപോലെ തന്നെ 40-45 ദിവസം, 50 ദിവസം, 60 ദിവസം വരെയുള്ള ഒരു രാശി, ബുധൻ മാസത്തിലൊരിക്കലുള്ള രാശിമാറ്റം, ഗുരു വർഷത്തിൽ ഒരിക്കൽ ഒരു രാശിമാറ്റം, ശനി 2.5 വർഷത്തില് ഒരു രാശിമാറ്റം, രാഹുകേതുക്കള് 1.5 വർഷത്തിൽ ഒരു രാശിമാറ്റം എന്നതൊക്കെ നിത്യസംഭവം. ഈ രാശിമാറ്റം കൊണ്ട് ദിവസവും രാശി മാറുന്നതായിട്ടുള്ള ചന്ദ്രനെ കൊണ്ട് രാശിബലം, ഇന്നത്തെ രാശിബലം എന്നൊക്കെ പറയാറുണ്ട്. അത് ഒരു വളരെ മാക്രോ ലെവലിലായിരിക്കും. ഈ രാഹുകേതുക്കളെ കൊണ്ടോ ശനിയെ കൊണ്ടോ അല്ലെങ്കിൽ ഗുരുവിനെ കൊണ്ടോ പറയുന്നതായിട്ടുള്ള ഗോചരഫലം ഒരു ലെവലില് മൈക്രോ ലെവലിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും പ്രതികൂലമാവാനുള്ള സാധ്യതകളാണ് കന്നിക്കൂറുകാർക്ക് ഈ ഗുരുവിന്റെ മാറ്റങ്ങൾ കൊണ്ട് കാണുന്നത്. ആചാര്യന്മാര് പറയുമ്പോൾ ഷഷ്ടേ മന്ത്രിണി പീഡയന്തി ദിവപസ്തജ്ഞാധയോ വ്യാതയഃ എന്നാണ് മന്ത്രേശ്വര ആചാര്യൻ പറയുന്നത്.
ആറാം ഭാവത്തിലാവുമ്പോൾ ശത്രുക്കളെ കൊണ്ടും അവരവരുടെ തന്നെ ബന്ധുജനങ്ങളെ കൊണ്ടും പീഡയും രോഗങ്ങളും എല്ലാം ഉണ്ടാവും നോക്കുന്നത്. രോഗത്തിന് വേണ്ടി പണം ചെലവാവുക, ശരീരത്തിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം ഉണ്ടാവും എന്നാണ് മന്ത്രേശ്വര ആചാര്യൻ പറയുന്നത്. ഇവിടെ ഷഷ്ടേതു ഗുരുഗോചാരേ ദ്രൗപദി വസ്ത്രഹാരണം. ആറാം വീട്ടില് ഗുരു സഞ്ചരിക്കുന്ന സമയത്താണ് ദ്രൗപദിക്ക് അപമാനകരമായിട്ടുള്ള വസ്ത്രാക്ഷേപം സഹിക്കേണ്ടി വന്നത്. അപ്പോ അപമാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകള് കൂടുതലായി കാണുന്ന ഒരു മാറ്റമാണ് ഈ ഗുരുവിന്റെ മാറ്റം കൊണ്ട് കന്നിക്കൂറുകാർക്ക് നടക്കുക എന്ന് പറഞ്ഞാല് അതിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ചന്ദ്രാഷ്ട ഷഷ്ടഘോ ജീവോ ഉദാസി ഗൃഹവർജിത ആയുർബാഹ്യം ഭവേത് പുംസാം ഭിക്ഷാശീത്വ വ്യവസ്ഥിത എന്നാണ് മാനസാഗരാചാര്യൻ. അതായത് ഈ സമയത്ത് ആറാം വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് ഉദാസീനത്വം, ഒരു അലസത ഉണ്ടാവുക, സ്പീഡ് കമ്മിയാവുക. നമ്മൾ ഒരു ജനറലായിട്ടൊരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് തീർത്തിട്ടേ അടങ്ങുള്ളൂ എന്നൊക്കെയാണ്. കന്യ എന്നുള്ളത് കന്യരാശി വളരെ വിശേഷപ്പെട്ടതാണ്. കന്യാകും യുവതീകും രോചമാനഹ എന്നാണ് പറയുന്നത്. കന്യരാശിക്കാരെ എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടാവും. അത്ര കാണാൻ സുന്ദരരായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ ശൈലികളെ കൊണ്ട്, അതായത് തൻ്റെ പ്രവൃത്തികളെ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. സ്ത്രീകൾക്കെല്ലാം പ്രിയംവദനായിരിക്കും ഈ കന്നിക്കൂറുകാർ. അവിടെ ഭിക്ഷാടനം ചെയ്യാനുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുക, വ്യവസ്ഥാപിതമായിട്ടുള്ള ജീവിത കാര്യങ്ങൾ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭിക്ഷാടനമൊന്നും ചെയ്ത് നമ്മൾ ജീവിക്കില്ല എന്നിരിക്കലും കടം വാങ്ങേണ്ടതായിട്ടുള്ള ആവശ്യം വരിക, അനാവശ്യ ചെലവുകൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണുന്നത് ഈ കന്നിക്കൂറുകാർക്ക് ഈ ഗുരുവിന്റെ മാറ്റം കൊണ്ട്. 10ാം വീട്ടിലേക്കാണ് ദൃഷ്ടി. 10ലേക്കുള്ള ഗുരുവിന്റെ ദൃഷ്ടി അനുകൂലമല്ല. 10ലെ ഗുരു പദവിയെ കെടുപ്പാൻ എന്നൊക്കെയാണ് പറയുക. അപ്പോ തൊഴിൽപരമായിട്ടും ഉദ്യോഗപരമായിട്ടും നമുക്ക് കഷ്ടതകൾ ഉണ്ടാവുക, നഷ്ടങ്ങൾ ഉണ്ടാവുക, അനാവശ്യ ചെലവുകൾ ഉണ്ടാവുക, ബന്ധുജനങ്ങളെല്ലാം നമ്മളെ ദ്വേഷിക്കുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാവുക. ഇതിനെല്ലാം സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണുന്നത്. കഷ്ടേതു ഗുരുഗോചാരേ ദ്രൗപദി വസ്ത്രഹാരണം. വസ്ത്രാക്ഷേപം ഉണ്ടായതുപോലെ അന്യായമായിട്ട് നമ്മൾ ധ്വംസിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് 5ൽ നിന്നപ്പോൾ പുത്രസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരിക്കലും ഇപ്പൊ 6ലേക്ക് മാറുമ്പോൾ പുത്രകാരകം കൂടെയാണ്. കുട്ടികളെ കൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടാവുക, അവരുടെ പ്രവൃത്തി നമുക്ക് ഇഷ്ടമില്ലാതാവുക, അവരുമായി തല്ലുകൂടാനുള്ള സാധ്യതകൾ ഉണ്ടാവുക. അപ്പോ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് വെച്ചാൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അല്ലാതെ വന്നിട്ട് എന്തായാലും നടക്കുമല്ലോ, നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കാനല്ല. അങ്ങനെ കുട്ടികളെല്ലാം നമുക്ക് വിരോധമായി സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് സമയം മോശമാണ്. ആപതി കിങ്കരണീയം സ്മരണീയം ചരണയുഗളം അംഭായാഹ തത്സ്മരണം കിം കുരുതേ ബ്രഹ്മാധീനാമപി കിങ്കരീ കുരുതേ എന്ന് പറയുന്ന രീതിയിൽ ദേവീഭാതം നമിപ്പോർക്ക് വരാ ദുഃഖം ഒരിക്കലും വന്നുപെട്ടാൽ തന്നെ ഇത് ശ്രേയസ്സിനാണെന്ന് കാണണം.
അമ്മേ നാരായണ, ദേവി നാരായണ എന്ന് പറയുന്ന പോലെ ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവത് ചരണങ്ങളില് തന്നെ അർപ്പിക്കുക. ഇങ്ങനെ ചെയ്തു വന്നാലാണ് ഏറ്റവും നല്ലത്. കന്നിരാശിയുടെ അധിപതി ബുധനാണ്. അപ്പൊ ബുധൻ എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിശാലിയാണ്, പണ്ഡിതനാണ്. അപ്പോ ബുധനെ പ്രാർത്ഥിക്കുക. പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോഭേദം തം ബുധം പ്രണമാമ്യഹം. പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോഭേദം തം ബുധം പ്രണമാമ്യഹം. പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോഭേദം തം ബുധം പ്രണമാമ്യഹം. ഓം ബുധായ നമഃ. ഇത് സാധിക്കുമെങ്കിൽ ഒരു 17 പ്രാവശ്യം ദിവസവും പറയുക. വളരെ എളുപ്പമായിട്ടുള്ള ശ്ലോകമാണ്. വ്യാസ ഋഷിയാൽ തരപ്പെട്ട നവഗ്രഹ ശ്ലോകമാണ്. വേദ അധ്യയനമോ ഏതോ ഉപദേശമോ ഉണ്ട് എന്നുള്ളവരെ ഉദ്ബുദ്ധ്യ സാഘ്നേ പ്രജിതാർഹ്യേനമിഷ്ടാഭൂർത്തെ സകം സുജേത വയഞ്ച പുനഃകൃണ്ണദ്ഗുസ്വാപിതരം യുവാനമന്വാദാകും സീത ഇധന്തുമേത. ഇതം വിഷ്ണുർവിചക്രമേ ത്രേധാനി തതേ പദം സമൂഢമസ്യ ഭാഗം സുരേ. വിഷ്ണോരരാടമസി വിഷ്ണാത് പൃഷ്ടമസി വിഷ്ണാശ്ചത്രേസ്തോ വിഷ്ണാസ്യൂരസി വിഷ്ണാത് ധ്രുവമസി വൈഷ്ണവമസി വിഷ്ണവേ ത്വാ. അതിദേവത പ്രത്യധിദേവത സഹിതായ ഭഗവതേ ബുധായ നമഃ. ഇത് ഒരു 17 പ്രാവശ്യം ജപിക്കുക. ഇങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാല് നമുക്ക് വലിയ കഷ്ടതകള് ഉണ്ടാവില്ല, ശരീരക്ലേശങ്ങളെ കൊണ്ടുള്ള ചെലവുകള് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതില്ലാതെ എല്ലാവർക്കും സുഗമമായിട്ട് ജപിക്കാൻ പറ്റാവുന്ന ഒന്നാണ് വിഷ്ണു സഹസ്രനാമം. ഗുരുവിന്റെ പ്രീതിക്കായിട്ടുള്ള വിഷ്ണു സഹസ്രനാമം എല്ലാ ആചാര്യന്മാരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സകലവിധമായിട്ടുള്ള ശരീരക്ലേശങ്ങൾക്കും പരിഹാരമായിട്ട് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക എന്ന് എല്ലാ ആചാര്യന്മാരും, ആയുർവേദ ആചാര്യന്മാരും പറയുന്നുണ്ട്, ജ്യോതിഷ ആചാര്യന്മാരും പറയുന്നുണ്ട്. അതില് 21 ശ്ലോകം തൊട്ട് 21, 22, 23, 24 അതായത് ഇത് ഓരോ നക്ഷത്രക്കാർക്കാണ് ഈ 4 ശ്ലോകം വെച്ച് ഉള്ളത്, ഓരോ രാശിക്കാർക്കുമല്ല. എന്നാലും മിനിമമായിട്ട് ആ ശ്ലോകം, ആ രാശിയിലേക്കുള്ള ഒരു ശ്ലോകമായിട്ട് ഇത് ജപിച്ചു കഴിഞ്ഞാല് വളരെ വിശേഷമാണ്. അതായത് മേടക്കൂറുകാരാണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 12 ശ്ലോകം എന്നും, ഇടവക്കൂറുകാരാണെന്നുണ്ടെങ്കിൽ 13 തൊട്ട് 24 വരെയുള്ള ശ്ലോകം എന്നും, മിഥുനക്കൂറാണെന്നുണ്ടെങ്കിൽ 25 തൊട്ട് 36 വരെയുള്ള ശ്ലോകം. അങ്ങനെ 12 ശ്ലോകം. ഒരു നക്ഷത്രത്തിന് 12 ശ്ലോകം, ഒരു രാശിക്ക് 12 ശ്ലോകം വെച്ചാണ് ആചാര്യന്മാർ പറയുന്നത്. അങ്ങനെ ജപിച്ചു വന്നു കഴിഞ്ഞാല് വളരെ ഗംഭീരമായി. അല്ല ഇതിപ്പോ എന്തിനാ 12, ഈ 108 ശ്ലോകവും ജപിക്കാമല്ലോ, ആകെ 20 മിനിറ്റല്ലേ ആവുള്ളൂ ഒരു ദിവസം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കും. ധ്യേയം ഗീതാനാമസഹസ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗീതയോ അല്ലെങ്കിൽ നാമസഹസ്രം എന്ന് പറയുന്നതായിട്ടുള്ള വിഷ്ണു സഹസ്രനാമമോ ദിവസവും ജപിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് 6ാമത്തെ രാശിയാണ് ഈ കന്നിരാശി. 6ാമത്തെ രാശി എന്ന് പറഞ്ഞാല് 60, 60, 6, 12, 72 ശ്ലോകം തൊട്ട്, അതായത് വിഷ്ണു സഹസ്രനാമത്തിലെ 72 ശ്ലോകം തൊട്ട് 60, 70, 72
സമാവർത്തോ നിവൃത്ത സമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരതിക്രമഃ ദുർലഭോ ദുർഗമോ ദുർഘോ ദുരാവാസോ ദുരാരിഹ ശുഭാംഗോ ലോകസാരംഗഃ സുദന്തുഃ സന്തുവർദ്ധനഃ ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമഃ ഉദ്ഭവഃ സുന്ദരഃ സ്കന്ധോ രത്നനാഭസുലോചനഃ ആത്മോപാസനശൃംഖി ജയന്തഃ സർവവിദ്യൈ. അങ്ങനെ തുടങ്ങുന്നതായിട്ടുള്ള സഹസ്രനാമം. അതായത് അശ്വതി നക്ഷത്രമാണ് എന്നുണ്ടെങ്കിൽ വിശ്വം വിഷ്ണുർവ ഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭുഃ ഭൂതഗദ്ഭൂതഗദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവനഃ ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതിഃ അവ്യയപുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. അങ്ങനെ തുടങ്ങുന്നതായിട്ട് 4 ശ്ലോകങ്ങൾ. അങ്ങനെ ഒരു നക്ഷത്രത്തിന് 4 ശ്ലോകം എന്നുള്ള രീതിയിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുനർധം, പൂയം, ആയില്യം, മഖം, പൂരം, ഉത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 11 നക്ഷത്രമായിട്ടാണ് ഉത്രം വരുന്നത് അല്ലെ. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുനർധം, പൂയം, ആയില്യം, മഖം, പൂരം, ഉത്രം 12 നക്ഷത്രമാണ്. 12 48. അപ്പോ 44 ശ്ലോകം തൊട്ട് 48 ശ്ലോകം വരെ ഉത്രത്തിനും 49 തൊട്ട് 53 വരെ അത്തത്തിനും 54 തൊട്ട് 58 വരെ ചിത്രയ്ക്കും പറയുക എന്നാണ്. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥാവിശേഷങ്ങളുണ്ട്. ഇതിനെപ്പറ്റി സ്പെസിഫിക്കായിട്ട് നമ്മുടെ വേറൊരു യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് എസ് ഫോർ ശാസ്ത്ര എന്നതായിട്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അത് സമയം കിട്ടുമ്പോൾ അത് വീക്ഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വിഷ്ണു സഹസ്രനാമമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാര ഗ്രന്ഥം. വിഷ്ണു സഹസ്രനാമം ഒന്ന് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏത് രീതിയിലുള്ള പരിഹാരങ്ങളും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ്. ഇത് വളരെ മോശമായിട്ടുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ കൂടെ നമ്മുടെ വീട്ടിലെ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ, അതായത് സ്ത്രീകൾക്ക് അനുകൂലമായ ജാതകമാണെങ്കിൽ ആ ജാതകവും, പുരുഷനാണ് അനുകൂല ജാതകമെന്നെങ്കിൽ ആ ജാതകവും വർക്കാവും. അതുകൊണ്ട് വലിയ മോശം വരില്ല. 50-50 എന്ന് പറയുന്ന രീതിയിൽ. അതിനുവേണ്ടിയാണ് ജാതക പൊരുത്തങ്ങളൊക്കെ നോക്കി നമ്മൾ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് വളരെ പേടിക്കേണ്ട കാര്യമില്ല. എന്നാലും ആരോഗ്യപരമായിട്ട് കുറച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ആരോഗ്യപരമായി ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് കേടുവരുന്ന രീതിയിൽ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ സ്പീഡിൽ പോവുക, ദൂരദേശം പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോവുക, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ബാത്റൂമിലൊന്നും വീഴാതെ നോക്കുക. വയസ്സായവരാണെങ്കിൽ ബാത്റൂമിലൊക്കെ വീണ് ശരീരക്ലേശം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിറയെ മെഡിക്കൽ ചെലവ് വരാനുള്ള സാധ്യതകൾ ഉള്ള സമയമാണ്. അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള രീതിയിൽ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. സദാ ഈശ്വരാനുഗ്രഹപ്രദമായിട്ട് ജീവിക്കുക. എന്നാൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഈശ്വര പ്രവർത്തനങ്ങൾക്കായിട്ട് ധാരാളം സമയം ചെലവ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക. അനാഥാലയങ്ങള്, അഗതി മന്ദിരങ്ങള്, അതുപോലെ തന്നെ CM റിലീഫ് ഫണ്ട്, പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട്, ഇതിലേക്കെല്ലാം ദാനം ചെയ്യുക. സ്വന്തം നാട്ടിലുള്ള അടുത്തുള്ള ഗ്രാമത്തിലാണെങ്കിൽ ഗ്രാമത്തില്, നഗരത്തിലാണെങ്കിൽ നഗരത്തിൽ അടുത്തുള്ള വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് ധാരാളം ദിനദർശനം ചെയ്യുക. മാസത്തില് പറ്റുമെന്നെങ്കിൽ കേരളത്തിലുള്ള എല്ലാവരും മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഗുരുവായൂരപ്പന്റെ ദർശനം ചെയ്യണമെന്നാണ് ഞാൻ പറയുക. അതുപോലെ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും 30 വ്യാഴാഴ്ചകളിൽ ഗുരുവായൂരപ്പന് ഒരു വഴിപാട് നേർന്നു വെക്കുക. വർഷത്തിലൊരിക്കൽ വന്ന് ഗുരുവായൂരപ്പനെ കണ്ട് തൻ്റെ ധീരതകളെല്ലാം പറഞ്ഞറിയിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വർഷം മുഴുവൻ ഈശ്വരാനുഗ്രഹപ്രദമായിരിക്കും. സർവേശ്വരകാരകനായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നിർത്തുന്നു. നമസ്കാരം.